പർച്ചേസ് ബില്ല് വഴി ഇൻവെന്ററിയിലേക്ക് പ്രോഡക്ട്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയർ നെയിം എന്ന് പറയുന്നത് റീറ്റെയിൽ മാക്സ് എന്നാണ്. അപ്പം നമുക്ക് ആ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. HQ എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഷോപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പ് നെയിമാണ്. നമുക്ക് ഇവിടെ ഗോഡൌൺസും ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഓപ്ഷൻ ഷോപ്പാണ്. അപ്പം അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ഓരോ ഷോപ്സിലെയും സ്റ്റാഫിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് യൂസർ നെയിം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് യൂസർ നെയിം കൊടുക്കാം, എന്റർ അടിക്കാം, യെസ് കൊടുക്കാം. അപ്പം ഇങ്ങനെ 4 ഓപ്ഷൻസ് വരും. ഇതിൽ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ആവശ്യം. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം യെസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. ലോക്കൽ പർച്ചേസ് സെലക്ട് ചെയ്യുക, ന്യൂ കൊടുക്കുക. ദെൻ ഡയറക്റ്റ് പർച്ചേസ് ബില്ല് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ നമ്മൾ വെണ്ടർ നെയിം കൊടുക്കണം. വെണ്ടർ നെയിം ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, പുതിയ വെണ്ടറെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു വെണ്ടറെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോഡ്, ഗ്രൂപ്പ്, നെയിം ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. വെണ്ടർ നെയിം ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് മാൻഡേറ്ററി ആണ്. അത് മസ്റ്റ് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫീൽഡാണ്. അപ്പോൾ ഇവിടെ ആദ്യം കോഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു കോഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ദെൻ വെണ്ടർ നെയിം കൊടുക്കുക. വെണ്ടർ നെയിം കൊടുക്കുമ്പോഴേക്കും അത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ ശ്രമിക്കുക. വെണ്ടർ നെയിം കൊടുക്കുക. അതിനുശേഷം സിറ്റി സെലക്ട് ചെയ്യുക. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ആയതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഓക്കെ കൊടുക്കുമ്പോഴേക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വെണ്ടർ നെയിം ഇവിടെ വന്ന് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത വെണ്ടർ നെയിം ആണ് ഇവിടെ വന്നേക്കുന്നത്. അതിനുശേഷം ബില്ലിൽ കാണുന്ന ഒരു ഇൻവോയ്സ് നമ്പർ ഉണ്ടാവല്ലോ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചില ബില്ലിൽ ബിൽ നമ്പർ എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇന്നിവിടെ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യണം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഐറ്റം ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഐറ്റം, പുതിയ ഐറ്റം ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉള്ള ഐറ്റം ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഐറ്റമിന്റെ ഇവിടുത്തെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഐറ്റം ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ഇവിടെ ഈ ബാർകോഡിന് നേരെയുള്ള ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഇവിടെ കോഡ് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി GST എത്രയാണോ, എത്ര ശതമാനമാണോ അത് കൊടുക്കുക. ബില്ലിൽ കാണുന്ന ആ ഒരു എത്ര ശതമാനമാണോ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ദെൻ യൂണിറ്റ് എത്രയാണ്, KG ആണോ നമ്പേഴ്സ് ആണോ അതനുസരിച്ച് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ ബേസ് പാക്കിലും നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ KG ആണെങ്കിൽ KG അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മൾ കൊടുത്ത ഐറ്റം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിന് എത്ര ക്വാണ്ടിറ്റി, എത്ര എണ്ണം വേണം നമുക്ക് അതിൽ ബില്ലിൽ കാണും. ആ ക്വാണ്ടിറ്റി ബില്ലിൽ കാണുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം എൻട്രി കൊടുത്തിട്ട് യൂണിറ്റ് റേറ്റ് കൊടുക്കാം. അതിനുശേഷം MRP എത്രയാണോ ബില്ലിലുള്ളത് അത് കൊടുക്കാം. ശേഷം സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അതും കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ആ ഒരു ഐറ്റം ഇവിടെ ആഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എനിക്ക് ഒരു ഐറ്റം കൂടെ വേണം, അതും ഞാൻ ആഡ് കൊടുക്കുകയാണ്. ആഡ് കൊടുത്തതിന് ശേഷം ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യാനല്ല, എനിക്ക് ഇതിലുള്ള ഒരു ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഐറ്റത്തിന്റെ നേരെയുള്ള ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ആരോ കണ്ടല്ലേ, ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐറ്റം കോഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം. ഐറ്റം ഡിസ്ക്രിപ്ഷൻ, ബ്രാൻഡ്, MRP എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഇവിടെ
സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഐറ്റം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പം എനിക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. അപ്പം ബില്ലിൽ കാണുന്ന ആ ഒരു ക്വാണ്ടിറ്റി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽസ് ഇത്രയും ക്ലിയർ ആണോ എന്ന് നോക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഐറ്റം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബില്ലിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും ഐറ്റംസ് നമുക്ക് ഇവിടെ ആഡ് ആക്കി കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിന്റെ ബില്ലിൽ കാണുന്ന ആ ഒരു ടോട്ടൽ എമൗണ്ടും സിസ്റ്റത്തിലെ ടോട്ടൽ എമൗണ്ടും ടാലി ആയി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കൺഫേം കൊടുത്ത് റിമാർക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഐറ്റംസ് ഇൻവെന്ററിയിലേക്ക് ആഡ് ആവും.